നമസ്കാരം. അത് ഓഫാക്കും അങ്ങനെ. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആ കാസറ്റ് ഇടണ്ടാന്ന്. കണ്ടില്ലേ സാറി രാത്രിയിൽ ഓടിപ്പാഞ്ഞു വന്നത്. അപ്പൊ കാസറ്റ് മാറിപ്പോന്ന് ഞാൻ അറിഞ്ഞോ? എപ്പോഴും നിനക്കുള്ളതാ. ഒരു കാസറ്റ് വെക്കാൻ പറഞ്ഞാൽ വേറൊരു കാസറ്റ് എടുത്ത് വെക്കും. ഞാൻ ലൈനിൽ വെച്ചിട്ട് കാസറ്റ് വെക്കാൻ തുടങ്ങിയതാ. അപ്പൊ ഇവള് പറഞ്ഞു കുന്നക്കുടിയുടെ വയലിൻ കച്ചേരി വെക്കാൻ. അപ്പൊ ശ്വേത പറയാം അപ്പഴത്തെ വെക്കാൻ. ഉടനെ ഇവള് പറയാം MS സുബ്ബലക്ഷ്മിയുടെ സുപ്രഭാതം വേണോന്ന്. രാത്രിയാണോ സുപ്രഭാതം വെക്ക? അപ്പൊ ഞാൻ എടുത്ത് ഈ കാസറ്റ് വെച്ചു. ക്രൈം ബ്യൂട്ടീസ് ജെന്നി ജാക്സന്റെ ലേറ്റസ്റ്റ് ആൽബാ. എക്സ്ക്യൂസ് മീ സർ, സാറിനെ രാത്രി ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഞാൻ സത്യം പറയാം, ഞങ്ങൾ തമ്മിലൊരു ബെറ്റ് വെച്ചതാ. സാർ വൈകുന്നേരം പറഞ്ഞില്ലേ ഞങ്ങളുടെ സഹായം വേണ്ടാന്ന്. അപ്പൊ ഞങ്ങൾക്കൊരു സംശയം, ഞങ്ങൾക്കൊരു ആപത്ത് വന്നാ സാർ സഹായിക്കുമെന്ന്. അതൊരു പരീക്ഷതാ. ഇപ്പൊ ഞങ്ങൾക്ക് ഉറപ്പായി സാർ ഞങ്ങളെ സഹായിക്കും. താങ്ക് യു സർ. ഗുഡ് നൈറ്റ് സർ. ചെന്ന് ചാടിക്കൊടുത്തു അല്ലേ? ഇപ്പൊ കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായല്ലോ. ഇവിടെ താമസിക്കുന്ന ഏതെങ്കിലും വീട്ടുകാർ ആ ശബ്ദം കേട്ട് അങ്ങോട്ട് ചെന്നു? സാറ് പുതിയാണല്ലേ, ആ പിള്ളേർ ഇവിടുന്ന് കെട്ടിയടിക്കാൻ പറ്റുമോ? നടപ്പില്ല, പണച്ചാക്കുകളുടെ മക്കളാ. ഇവറ്റകൾ ഹോസ്റ്റലിലായിരുന്നു. അവിടെ എന്തോ പ്രശ്നമുണ്ടാക്കിയപ്പോ വാർഡൻ തെറി വിളിച്ചു. അതിന് പ്രതികാരം എന്ന മട്ടിൽ വാർഡന്റെ മുറിയുടെ മുമ്പിൽ ഇവളുമാര് മൂത്ത് ഒഴിച്ചെന്നാ കേൾക്കുന്നത്. പിറ്റേന്ന് തന്നെ ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടു. പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തു. ആ കൂട്ടത്തിലെ കുഞ്ഞുമോളെന്നൊരു സാധനമുണ്ട്. അതിന്റെ തന്ത ഏർപ്പാടാക്കിയതാണ് ആ മറിയാമ്മ ചേട്ടത്തിയെ. മകളെയും കൂട്ടുകാരികളെയും നോക്കാൻ ആ സ്ത്രീയുടെ ജന്മം ഏതാണ്ട് പാഴായി. പക്ഷെ ഒരു കാര്യം കേട്ടോ, എല്ലാം നല്ലോണം പഠിക്കും. അതുകൊണ്ടാണ് പ്രിൻസിപ്പൽ ടീസ് കൊടുത്ത് വിടാത്തത്. ഞാനിവിടെ ഒരു കൂട്ടക്കൊല നടത്തേണ്ടി വരുന്ന ലക്ഷ്യം കാണാനുണ്ട്. എന്റെ സാറേ, നമുക്കെന്ന് പ്രശ്നം. ഇപ്പൊ ആ വീട്ടിനെ തീപിടിച്ചു എന്ന് കരുതുക, കത്തിച്ചാമ്പലായിക്കോട്ടെ എന്ന് വിചാരിച്ചോണം. ഇല്ലെങ്കിൽ ഫയർ സർവീസുകാരുണ്ടല്ലോ, അവരോട് കൊടുത്തിക്കോളൂ. മനസ്സിലായോ? എടി മങ്ങി പോയാ? ചില തട്ടും മുട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പോയ മട്ടില്ല. എങ്കി വാ. ഈ മോളുടെ മുത്തിന് ആര് കത്തുവതാനാ? ഒരു പേപ്പർ നിർത്തേ. നമ്മുടെ കത്ത് തന്നെ ആവട്ടെ ആദ്യം. Respected sir, അമിതമായ ബലം പിടുത്തം ബ്ലഡ് പ്രഷർ ഉണ്ടാക്കും, നേഴ്സിനെ തളർത്തും. ശ്രദ്ധിക്കുക. സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്തവർക്ക് ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇത്ര മതിയല്ലേ? എന്നെ സ്വന്തം അലമേലു. സർ എന്താ എന്നോടും സാറ് ഞങ്ങക്ക് മാപ്പ് തരണം. മാപ്പ് എന്റെ കയ്യിലില്ല. ചിലപ്പോ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ കാണും. ചെന്നെടുത്തോളൂ. അപ്പൊ സാറിന് തമാശ പറയാനൊക്കെ അറിയാം. പിള്ളേരെ, നിങ്ങളോട് തമാശ പറഞ്ഞു നിൽക്കാൻ എനിക്ക് നേരമില്ല, ഒട്ടും താല്പര്യമില്ല. ഇന്നലെ ഇത്തിരി ഓവറായി പോയോന്ന് രാവിലെ എണീറ്റപ്പോ ഒരു സംശയം. അതാ മാപ്പ് ചോദിക്കാൻ വന്നത്. സത്യമായിട്ട് നിങ്ങൾ ക്ഷമ ചോദിക്കാൻ വന്നതാ സാർ. ക്ഷമ ചോദിക്കാൻ തോന്നിയ മനസ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഊണത്തരം കുറച്ചൊക്കെ ഒരു രസമാണ്. സത്യത്തിൽ ഇന്നലെ എന്റെ സമനില തെറ്റിയ ദിവസമായിരുന്നു. പിന്നെ നിങ്ങളൊക്കെ നല്ലോണം പഠിക്കുന്ന കുട്ടികളാണെന്ന് പറഞ്ഞപ്പോ ദേഷ്യം താനേ തണുത്തു. പിന്നെ അപശ്രുതിയുടെ നാട് എവിടെയാണ്? അപ്പൊ സാറിന്റെ പേര് മറന്നിട്ടില്ലല്ലേ? എന്റെ നാട് കുറുമ്പനാടാണ് സാർ. കുറുമ്പനാട്. ഇയാളുടെ പേരെന്താ? കുഞ്ഞുമൊഴി. ഞാൻ ശ്വേത, അഞ്ജന. ഓഹോ. നേരത്തെ ഉണങ്ങി വരേണ്ട ഒരു കിളവിയായിരുന്നു ഞങ്ങൾക്ക് കെമിസ്ട്രിക്ക്. അതിന് കോങ്കണ്ടായിരുന്നു. ശ്വേത നോക്കുകയാണെങ്കിൽ വിചാരിക്കും എന്നെയാണെന്ന്, എന്നെയാണെങ്കിൽ വിചാരിക്കും ശ്രുതിയാണെന്ന്. അതിനെ ഓടിക്കാൻ ഞങ്ങൾ കുറെ പക്ഷെ സാറിന് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. ഒരു കെമിസ്ട്രി ലെക്ചറർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയൂ. എനിക്ക് ആംഗ്യഭാഷ മനസ്സിലാവില്ല. അത് സാർ. എന്താ ഉറക്കെ പറയൂ. സാർ ബാങ്കിൽ സിപ്പിട്ടിട്ടില്ല. അയ്യോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്.
In the last class, we were discussing about the cetane number. As I told you, working of a diesel engine differs from that of a petrol engine. Diesel is then injected into the cylinder in the form of a fine spray when it burns spontaneously. In diesel engines, straight chain hydrocarbons constitute a superior fuel than the branched chain hydrocarbons. The quality of diesel is expressed in terms of cetane. ഗോഷ്ഠി കാണിക്കാനുള്ള സ്ഥലമല്ല ക്ലാസ് റൂം. താല്പര്യമില്ലാത്തവർക്ക് വെളിയിൽ പോവാം. ആർക്കും താല്പര്യമില്ലെങ്കിൽ എല്ലാവർക്കും പോവാം. ഞാൻ ഈ ബെഞ്ചിനും ഡെസ്കിനും ക്ലാസ് എടുത്തോളാം. അണ്ടർസ്റ്റാൻഡ്? ചമ്മീന്ന് അങ്ങ് സമ്മതിക്കണം. പാവം പേച്ചു പൊക്കോട്ടെ എന്ന് വെച്ച് നമ്മൾ അങ്ങ് വിടും. ഇതങ്ങനെയല്ലല്ലോ, നമ്മളെ തോൽപ്പിച്ചേ അടങ്ങൂന്നുള്ള ഭാവ. എങ്കിൽ പിന്നെ അങ്ങനെ കണ്ടിട്ടല്ലേ. കല്യാണം കഴിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷനും കാണും. എന്ന് തിരിഞ്ഞാലും നല്ല കരുക്ക് പരുവത്തിലുള്ള പെൺപിള്ളേര്. പക്ഷെ എന്ത് ചെയ്യാൻ, സാറായി പോയില്ലേ. എങ്കിലാ കാര്യം പറഞ്ഞു പറയട്ടെ, ആള് ഹാൻസം ഒക്കെ തന്നെയാ. I don't mind loving him. Oh, that's something great of you. Even I don't mind to love him. And me too. എങ്കിൽ election വേണ്ടി വരും. You come with me. You alone. വേണ്ട സർ, ഞാനിവിടെ നിന്നോളാം. ഇരിക്കൂ. നന്നായിട്ടുണ്ട്. എന്ത് സർ? അല്ല, മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. കുറേശ്ശെ മീശ മുളയ്ക്കുന്നുണ്ടോ? എന്റെ ഡാഡിക്ക് നല്ല മീശയുണ്ട് സർ. ഓഹോ, ഈ ഡാഡിയുടെ കയ്യിൽ കോടി എത്ര കാണും? കൂടിയോ? തന്റെ മമ്മി പതിവായി സ്ലീവ്ലെസ് ആണോ ധരിക്കാറ്? സാർ എന്തൊക്കെയാ പറയുന്നേ? അല്ല, തന്നെ പോലുള്ള അമുൽ ബേബികൾക്ക് കൊഞ്ചിക്കാൻ ഒരു സ്ലീവ്ലെസ് മമ്മിയും കയറൂരി വിടാൻ കോടികൾ കൈവശമുള്ള ഒരു ഡാഡിയും കാണും. അതുകൊണ്ട് ചോദിച്ചാ. സാർ ഒരു കമ്മ്യൂണിസ്റ്റ് ആണോ? ഞാൻ എന്തിഷ്ടോ ആവട്ടെ. ഇയാളെന്താ ഹൃദ്രോഗത്തെ പറ്റി റിസർച്ച് വല്ല നടത്തുന്നുണ്ടോ? ഇല്ല സർ. പിന്നെ സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്തവർക്കൊക്കെ ഹൃദ്രോഗം വരുന്ന ഏത് പുസ്തകത്തിലാണ് വായിച്ചത്? ഓഹോ, അതോ? അത് പണ്ഡിറ്റ്ജിയുടെ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആ പുസ്തകത്തിൽ വായിച്ചതാ. പക്ഷേ ആനയെ തോട്ടി കൊണ്ട് നിയന്ത്രിക്കാം, കാളയ്ക്കും പോത്തിനും കുതിരയ്ക്കും ചാട്ട. എന്നാൽ വിഡ്ഢികളെ നിയന്ത്രിക്കാൻ ഇതുവരെ ഉപകരണങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ എനിക്കൊരു വിദ്യ അറിയാം. ഈ ജോലി കിട്ടുന്നവരെ ഞാൻ എന്റെ പാടത്തും പറമ്പിലും ഒക്കെ കിളയ്ക്കുമായിരുന്നു. ഈ തഴമ്പുണ്ടോ? ഇതുകൊണ്ട് നീണ്ടു നിവർന്നൊന്ന് പൊട്ടിച്ചു തന്നാലുണ്ടല്ലോ, ഈ കണ്ണും മൂക്കും പല്ലും ഒക്കെ പിന്നെ വേർതിരിച്ചെടുക്കാൻ വലിയ പാടായിരിക്കും. മനസ്സിലായോ? An unexpected twist in the end. എവിടെ കൈതാ മോളെ, നീ പറഞ്ഞാ ശരി. അങ്ങേറെ അസുഖം അത് തന്നെ. എന്താ ഉണ്ടായത്? ക്ലാസ്സിൽ വെച്ച് ഞാൻ അങ്ങേറെ മുഖത്ത് നോക്കാൻ പാടില്ലെന്ന്. അതെന്താ? കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നത്ര. അയ്യോ, മുന്നിൽ പിടിച്ചിരുത്തിതേ ഇങ്ങനെ കുറേ നേരം എന്റെ മുഖത്തേക്ക് ഒരു നോട്ടം. ആദ്യമൊന്നും ഞാൻ ഗൗരവം വിട്ടില്ല. പിന്നെ മൂപ്പർ ഉള്ളിൽ പറയാൻ വേണ്ടി ഞാനൊന്ന് സോഫ്റ്റ് ആയി കൊടുത്തു. എന്നിട്ട് നോട്ടം മുഖത്ത് നിന്ന് താഴോട്ട് മെല്ലെ നീങ്ങുന്നു. Again bottom to the top. അത്രയും ദൂരം എത്തിയപ്പോ ഞാനൊന്ന് ഇളകി. ഒരു പുരുഷൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോ നമ്മൾ പെണ്ണുങ്ങളുടെ കെമിസ്ട്രിയിലുള്ള ഒരു ലഗ്ന. ഞാനങ്ങ് ലഗ്നാവതിയായി. അപ്പൊ പറയാ, എന്റെ കണ്ണും മൂക്കും പല്ലും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണെന്ന്. അത് മാത്രം അങ്ങനെ പറയത്തില്ല. അത്രയ്ക്ക് മണ്ടനൊന്നും അല്ല സാറ്. എന്റെ അമ്മയാണ് സത്യം. ഞാൻ പറയിപ്പിച്ചാലോ? നോക്കിക്കോ, ഇനിയുള്ള എന്റെ ദിവസങ്ങൾ അതിനു വേണ്ടിയുള്ളതാണ്. ഞാൻ നിന്നെ പ്രേമിക്കുന്നു കുട്ടി എന്ന് പറയിച്ച് ടേപ്പ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കും. പോരെ? അപ്പൊ ഇവിടുന്ന് ഒരു ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നു. വന്നോ? ഇനിയിപ്പോ ധാര കഴിഞ്ഞിട്ട് പിഴിച്ചിലുണ്ടാവും.
ഇന്ന് 4 നീ ഇന്നലെ വൈകുന്നേരം എത്തുമെന്നും പറഞ്ഞ് ഉമ എനിക്ക് ഇരിക്കപ്പൊടി തന്നിട്ടില്ല. ഒരൊച്ചനക്കം കേട്ടാ ഉടനെ പറയും നന്ദേട്ടനാവും അച്ഛനൊന്ന് നോക്കൂന്ന്. അവൻ ഇങ്ങോട്ടല്ലേ വരികയെന്ന് പറഞ്ഞാലും വെപ്രാളം തീരില്ല. ഞാൻ വരാന്തേ ചെന്ന് നോക്കും. രാത്രിയും ശരിക്കും ഉറങ്ങിയിട്ടില്ല. പോകുമ്പോ വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് മുമ്പ് എത്തുമെന്ന് ഞാൻ ഉമ്മയോട് പറഞ്ഞിരുന്നു. പുറപ്പെടാൻ ഇറങ്ങിയതാ, ബസ്സൊന്നും ഓടിയില്ല. ബസ് സ്റ്റാൻഡിൽ വന്നപ്പോ ഏതോ സമരം. ഞാൻ അവളോട് പറഞ്ഞതാ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാവും വരാത്തത്. എങ്ങനെയുണ്ട് കോളേജും താമസമൊക്കെ? മുഴുവൻ പെൺകുട്ടികളില്ലേ, അതിന്റെ ചില തമാശകളൊക്കെ ഉണ്ട്. നമസ്കാരം. മാഷ് വന്ന വഴിയാണെന്ന് തോന്നുന്നു. അതെ, അകത്ത് ധാരയില കണ്ടുവോ? കണ്ടു. ആ ചുണ്ടിന്റെ കോട്ടം മുഴുവൻ അങ്ങോട്ട് മാറിയെന്നു പറയാല്ലേ? ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? ഇല്ലാണ്ട് പിന്നെ ഒക്കെ ഭേദാവും. നമുക്ക് ശ്രമിക്കാന്നെ. അപ്പൊ ഇവിടെ ഉണ്ടാവില്ലേ? ഓ, കാണാം. നിന്നെ കാണുമ്പോഴുള്ള വിശ്വാസവും ധൈര്യമൊന്നും നീ പോയാൽ അവൾക്കില്ല. പിന്നെ എപ്പോഴും ചിന്തയാ. പാവം 3 കൊല്ലം കഴിഞ്ഞില്ലേ ഈ കിടപ്പും ചികിത്സയും. ഇടയ്ക്ക് പറയും ഇനി നമുക്ക് വീട്ടിൽ പോയി കിടക്കാന്ന്. ഞാനും ഇപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കാനില്ല. അതെന്താ അമ്മാവ അങ്ങനെ? ഇപ്പൊ തന്നെ എന്തുമാത്രം പണം നീ ചെലവാക്കി. എടുത്ത് ചെലവാക്കാൻ എന്റെ കയ്യിൽ വല്ലതുണ്ടോ? തൊടിയിന്ന് കിട്ടുന്നതുകൊണ്ടൊക്കെ എന്താവാനാ? ഇത്രയും കാലം പണത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. ഇപ്പൊ എനിക്ക് ജോലിയായി. പിന്നെന്താ? അവള് പഴയതുപോലെ ഓടിച്ചാടി നടക്കുന്നത് കാണണം. അതേക്കുള്ളിൽ നമുക്ക് എന്താ വേണ്ടെന്നാവാ? മകളെ അന്വേഷിക്കുന്നുണ്ട്. ധാര കഴിഞ്ഞു. മുറി കൊണ്ടുവന്നിട്ടുണ്ട്. നന്ദേട്ടാ, ഇന്നലെ മുഴുവനും ഞാൻ നോക്കിക്കിടന്നു നന്ദേട്ടനെ. അമ്മാവൻ പറഞ്ഞു ബസ് കിട്ടിയില്ല. തോന്നി. അല്ലെങ്കിൽ എത്ര വൈകിയാലും നന്ദേട്ടൻ വരാണ്ടിരിക്കില്ലല്ലോ. പിന്നെ വീട്ടിൽ ചെന്ന് കിടന്ന് മതി ചികിത്സ എന്ന് അമ്മാവനോട് പറഞ്ഞോ? ഓ, അതോ? എന്തേ? അതങ്ങനെ നിസ്സാരമായിട്ടൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഈ കഴിഞ്ഞൊരാഴ്ച ഉണ്ടല്ലോ നന്ദേട്ടാ, ശരിക്കും ഒരു ജയിലിൽ കിടക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. നന്ദേട്ടൻ ദിവസം വരാറുണ്ടായിരുന്നപ്പോ ഒന്നും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ബോറടിച്ചപ്പോ അച്ഛനോട് പറഞ്ഞു പോയതാ. നീ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, ബോറടിക്കില്ല, വായിച്ചോളൂ. കത്ത് മിനിഞ്ഞാന്ന് കിട്ടി എനിക്ക്. കോളേജില് ഫസ്റ്റ് ഡേ രസമായില്ലേ നന്ദേട്ടാ? പെൺപിള്ളേര് നീ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല, മീശ ഉള്ളതുവരെ ഉണ്ട്. പിന്നെ എല്ലാ പെൺകുട്ടികളും എന്നെ പോലെയാണെന്ന് വിചാരിച്ചു. നിന്നെ കാണാതെ ഞാനും വിഷമിച്ചോന്നേ. ഇനി വീക്കെൻഡ് ആക്കണില്ല, ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുത്ത് ഞാൻ വരാം. അതൊന്നും വേണ്ട. ആഴ്ചയിൽ 2 കത്ത് മുടങ്ങാതെ അയച്ചാ മതി. പഠിപ്പിക്കാൻ ഒത്തിരി ഉണ്ടാവില്ലേ? നല്ല അധ്യാപകനെന്ന് പേരെടുത്താ മതി. അത് കേൾക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുക. ഞാൻ പറയാറില്ലേ, ഒരു ശ്രീദേവിയും പത്മജിയും എന്റെ കൂടെ കലാമണ്ഡലത്തിൽ പഠിച്ചവര്. ഓ, 2 പേരും ഇന്നലെ ഇവിടെ വന്നിരുന്നു. എന്റെ ഈ അനങ്ങാത്ത കൈയും കാലും നോക്കി അവര് കരയാൻ തുടങ്ങി. എനിക്കിനി നടക്കാൻ പറ്റലുണ്ടാവില്ല, അല്ല നന്ദേട്ടാ? പറ്റും. അതിനുവേണ്ടിയല്ലേ നമ്മൾ ശ്രമിക്കുന്നു. നിന്റെ പഴയ ആത്മവിശ്വാസമൊക്കെ എവിടെ പോയുമേ? കാലം കുറച്ചായില്ലേ നന്ദേട്ടാ? വന്നുവല്ലേ? പോകുമ്പോ പറയാൻ മറന്നു, ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. രാത്രിയില് ഗംഭീരായിട്ട് ഊണ് തരാക്കാം, പ്യൂർ വെജിറ്റേറിയൻ. എങ്ങനെയാ, അടിക്കുവോ? ഞാൻ അടിക്കില്ല. ഇയാളെങ്ങനെയാ വന്നേ? നടന്നു. ടൗണിൽ നിന്ന് ഇവിടെ വരുമോ? ആളെ കണ്ടപ്പോഴേ എനിക്കൊരു പിശുക്കനാണെന്ന് തോന്നിയിരുന്നു. പിശുക്കാതെ രക്ഷയില്ല റഹ്മാൻ. ഇത്രയും പ്രായമായിട്ടും പെണ്ണ് കിട്ടാത്ത എന്താന്ന് റഹ്മാൻ ചോദിച്ചു. കെട്ടാൻ ഉദ്ദേശിച്ച പെണ്ണ് ആയുർവേദ ആശുപത്രിയിൽ ഒരു വശം താഴ്ന്നു കിടക്കുക. ഞാനിവിടെ അരിഷ്ടിച്ച് ജീവിച്ചില്ലെങ്കിൽ അവിടെ ചികിത്സ മുടങ്ങും. ഐ എം സോറി. അല്പം വൈകിട്ടാണെങ്കിലും ഈ ജോലി കിട്ടിയപ്പോൾ വലിയൊരു അനുഗ്രഹമായി. പാരൽ കോളേജും പച്ചക്കറി കൃഷിയും കൊണ്ട് പണം തികഞ്ഞിരുന്നില്ല. അമ്മാവന്റെ മോളാണി. ചാവി രഹനെ. ഇത് എന്റെ പ്രേമത്തിന്റെ ആദ്യ ഉപഹാരം. ഈ പൂവ് സ്വീകരിച്ചാൽ ഞാൻ കരുതും സാറിന് എന്നോട് സ്നേഹമാണെന്ന്.
ഇത് സാറ് സ്വീകരിച്ചില്ലെങ്കിലും ഞാൻ കരുതും സാറിന് എന്നോട് സ്നേഹമാണെന്ന്. എന്ന് പക്കത്തെ വീട് അലമേലു ഫൈനൽ ഇയർ BA റൊമാൻസ്. സാറോ? എന്താ സാറേ? പോത്തുമ്പറ്റും ചെളിക്കുളത്തിന്റെ കര കയറി വെച്ചെടുത്തി. എന്താ പോത്തോ? പിള്ളേർ എഴുന്നേറ്റൊന്ന്. ഓ, അതിനാണോ പോത്തും പറ്റം? അത് നേരാ. മക്കളെ പോത്തുകളെ, ദേ നിങ്ങളുടെ സാറ് വന്നിരിക്കുന്നു. വിളിക്കണമെന്നില്ല, ഞാൻ ചേട്ടത്തിയെ കാണാൻ വന്നതാ. ചേട്ടത്തിക്ക് ചമ്മന്തി അരയ്ക്കാൻ അറിയോ? ഇതെന്ത് ചോദ്യാ സാറേ? എനിക്കിവിടെ ചമ്മന്തി അരക്കലല്ലേ സ്ഥിരം പണി. എന്താ സാറിന് വേണോ? ഇത് സ്ഥിരം ചമ്മന്തി അല്ല, റോസാപ്പൂ ചമ്മന്തി. തേങ്ങയും ഉപ്പും നല്ല എരിവുള്ള കാന്താരി മുളകും ഈ റോസാപ്പും കൂടെ ചേർത്ത് അരച്ചോളും. കിറുമുകടിക്ക് നല്ലതാ. ആരും ഇരുന്ന് മുഷിഞ്ഞില്ലല്ലോ അല്ലേ? പിന്നെ മെഴുകുതിരി കത്തിക്കലോ അത് ഊതിക്കെടുത്തലോ അതൊന്നുമില്ല. കുട്ടികളില്ലാതെ 5 വർഷം വിജയകരമായി പൂർത്തിയാക്കിയ ഈ ദമ്പതികളുടെ ഇന്നത്തെ സൗഭാഗ്യമാണ് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം. Many, many happy returns of the day. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഊണ് റെഡിയായിരിക്കുകയാണ്. അതിനു മുൻപ് നിങ്ങളുടെയൊക്കെ സന്തോഷത്തിനായി ഞാനൊരു പാട്ട് പാടാം. ചന്ദനലേപ സുഗന്ധം ചൂടിയ താരോ കാറ്റോ കാമിനിയോ. ചന്ദനലേപ സുഗന്ധം ചൂടിയ താരോ കാറ്റോ കാമിനിയോ. മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോർതു. മതി, ഇപ്പൊ ഇത്രയും മതി. അല്ല, നമ്മുടെ ഗസ്റ്റിന്റെ എന്ത് ഗസ്റ്റ്? അവരെ ഊണ് കഴിക്കാൻ വിളിച്ചെന്ന് വെച്ച് ഇങ്ങനെ ഒരു ശിക്ഷ വേണോ? എല്ലാരും വരൂ, ഊണ് കഴിക്കാം. എന്നാൽ ഊണ് കഴിച്ചിട്ട് പാടാം. അപ്പൊ ഇഷ്ടംപോലെ സമയം കിട്ടുമല്ലോ. എല്ലാരും വരും വരും വരും. സാറിന് പാട്ട് നന്നായിട്ട് വന്നതാണ് കേട്ടോ. ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ല, എന്റെ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ടീച്ചർ ഇവിടെ എന്നാൽ എങ്ങനാ? ലേഡീസ് സെക്ഷൻ നോക്കിക്കോളൂ, ഇത് ഞങ്ങൾ ഏറ്റു. മറന്നു. ഈ കൊസറ കൊള്ളികൾ എന്തിനാ വിളിച്ചത്? ആര് വിളിച്ചു? എങ്ങനെയോ മണത്തറിഞ്ഞ് വലിഞ്ഞു കയറി വന്നതാണ്. ഇതെന്താ സാറേ ഇത്? എന്താ ഇതോ? എന്താണിത്? ഞങ്ങളുടെ ഇലയിലൊന്നുമില്ലല്ലോ. രഹനെ, എന്താ ഇത് സാറിന്റെ ഇലയിൽ? റോസാപ്പൂ ചമ്മന്തി. സാറിന്റെ ബ്ലഡ് ഭയങ്കര ഹോട്ടാണേ, തണുപ്പിക്കാൻ വളരെ നല്ലാത്ര റോസാപ്പൂ ചമ്മന്തി. അതെ അതെ അതെ, കറക്റ്റ്. ഞാൻ പറഞ്ഞിരുന്നു. ചമ്മന്തി നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. അതെ, നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന പല വസ്തുക്കളും പല രോഗങ്ങൾക്കും കൈക്കൊണ്ട് ഔഷധങ്ങളാണ്. ഉദാഹരണത്തിന് ഈ രസം, നമ്മൾ കുരുമുളകും കായവും പരിപ്പും ചേർത്തുണ്ടാക്കുന്ന ഈ രസം ഭ്രാന്ത് മാറാൻ വളരെ നല്ലതാണ്. ഭ്രാന്ത് മാറാൻ രസം കഴിക്കുക? എന്താ ഈ പറയുന്നേ? ഭ്രാന്ത് മാറാൻ രസം കഴിക്കല്ല, ഇതുപോലെ എടുത്തിട്ട് തലയിൽ ധാര കോരുക. എന്താ മാവ, എന്താ രാവിലെ? ആദ്യത്തെ വണ്ടിക്ക് തന്നെ പുറപ്പെട്ടു. വന്നപ്പോ വാതിലടങ്ങി കിടക്കുന്നു. നീ ഉറങ്ങുകയാണെങ്കിൽ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചാ വിളിക്കാതിരുന്നു. എന്താ പെട്ടെന്ന്? ഏയ്, നീ ബേജാറാവൊന്നും വേണ്ട. ഒരു സന്തോഷ വർത്താനം, അതുകൊണ്ടല്ലേ ഞാൻ തന്നെ പുറപ്പെട്ടത്. എന്താ മാവ? നന്ദാ, അങ്ങനെ 3 വർഷത്തിന് ശേഷം ഇന്നലെ എന്റെ മോള് പരസഹായം കൂടാതെ കുറച്ച് ദൂരം നടന്നു. നന്ദാ, ഉമ്മയാണോ? ദേ എവിടെയുണ്ട്? എനിക്കിപ്പോ നടക്കാം.